ഗായ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമുക്ക് ഇന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നല്ല, നാളത്തേക്കാണ് ആവശ്യമുള്ളത്. പക്ഷേ നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കേക്ക് പുഡിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമുക്കിന്ന് കിട്ടിയ ഓർഡേഴ്സ് കേട്ടോ. നമുക്കിപ്പോൾ ഇതിൻ്റെ ഓർഡേഴ്സൊക്കെ നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട്. പുഡിങ്ങിൻ്റെ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള കാരണം എനിക്കിങ്ങനെ ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ഉണ്ടാക്കി അതിൽ നിന്ന് പറഞ്ഞാൽ ഞാനിവിടെയും കഴിച്ചു. പിന്നെ ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് എനിക്ക് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാം മിക്കപ്പോഴും സ്കൂളിൽ പോകാനായാലും ജോലിക്ക് പോകുന്നവർക്കൊക്കെ വീട്ടിലെ ദേശീയ കറി തന്നെ ആയിരിക്കും തക്കാളി ചട്നി. ചിലയിടത്ത് തക്കാളി വാട്ടിയതെന്നൊക്കെ പറയും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ. ഇത് സീക്രറ്റ് ആയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് കേട്ടോ. ഞാനിതാണ് രാവിലെ കഴിക്കാറ്. മിക്കപ്പോഴും രാവിലെ ഞാൻ ഇതാണ് കഴിക്കാറ്. അപ്പോൾ നല്ല നട്ട്സൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇൻഷാ അല്ലാ ഞാൻ ഇനിയൊരു ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു സീക്രറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഞാനായിട്ട് കണ്ടുപിടിച്ച ചെറിയൊരു ഡിഷും കൂടിയാണ് കേട്ടോ. ഒരു സീക്രറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദമിന് ഇത് ഇഷ്ടമല്ല. അതിൽ കുറേ നട്ട്സും ഈത്തപ്പഴയും ബനാനൊക്കെ ഉള്ള കാരണം അവൻ കഴിക്കില്ല. ഞാൻ കഴിക്കും, എല്ലാം ബേബിയും കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഇത് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ആദമിനൊക്കെ ഒരിക്കൽ റെഡിയാക്കി വെച്ച് എല്ലാ ബേബി നഴ്സറി പോകാൻ വേണ്ടിയിട്ട് അവൾ എണീറ്റിട്ടില്ല. അവൾ പറഞ്ഞേക്കാറ് ബാബിയാണ് കേട്ടോ. എൻ്റെ നാത്തൂനാണ് അവളെ കൊണ്ടാക്കി കൊടുക്കുകയും റെഡിയാക്കുകയൊക്കെ ചെയ്യാറ്. ഉമ്മയും ബാബിയാണ് അവളെ നോക്കാറ്. ഇപ്പോൾ തീരെ പെണ്ണിട്ട് അവൾ തീരെ ഒരു അറ്റാച്ചില്ലാത്ത പോലെ. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം എൻ്റെ മോളിപ്പോൾ അവളല്ല, പൊതുവേ അവൾ ഉമ്മമ്മയുടെ മോളെന്നാണ് പറയാറ് കേട്ടോ. വെറും ഉമ്മമ്മ എന്ത് പറഞ്ഞാലും ഉമ്മമ്മയുടെ ആളാണ് അവൾ. ഉമ്മമ്മയുടെ മാമയുടെ ആളാണ് കേട്ടോ. എന്നിട്ട് വലിയ ടച്ചൊന്നും ഇല്ല. പക്ഷേ അങ്ങനെ ഞാനെന്താ പറയുക, കഴിഞ്ഞു ഞാൻ ജാഷിക്ക് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാഷിക്കാനായിട്ട് ബൈക്കിൽ പോവുകയാണ്. പക്ഷേ ഈ ഒരു ബൈക്ക് തന്നെ എൻ്റെ ഫേവറേറ്റാണ്. ഇതിൻ്റെ സൗണ്ട് തന്നെ നമുക്കൊരു ഫീലിംഗ് ആണ് ഈ ഒരു ബൈക്കിൻ്റെ സൗണ്ട് പോലും. അപ്പോൾ ഞങ്ങളിനി ബസ്സിന് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരത്തെ നിർത്താൻ പറ്റും. അങ്ങനെ ഞാനിതേ നമ്മുടെ ഷോപ്പിലെത്തി. പാർലറിലാണ്. അപ്പോൾ പലരും പലതും പറയും. നമുക്ക് കംഫർട്ടായിട്ടുള്ളത് എന്താ അത് നമ്മൾ ചെയ്യുക. ഞാൻ ഷോപ്പ് നടത്തുന്നു. ഇൻഷാ അല്ലാ അതൊന്ന് നല്ല രീതിയിൽ സെറ്റ് ആക്കിയതിന് ശേഷം അത് ഞാനിന്നും റീഓപ്പൺ ചെയ്യണത് തന്നെ ആയിരിക്കും. എന്തായാലും അത് പകുതിക്ക് ഇട്ടിട്ട് ഞാൻ പോയിട്ടൊന്നുമില്ല. ചിലർക്ക് പറയാനും നീട്ടാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അവളത് പകുതിക്ക് വെച്ച് നിർത്തി അങ്ങനെയാക്കി ഇങ്ങനെയാക്കിയെന്നൊക്കെ പറയാനേ ഒന്നും ഉറച്ച് നിൽക്കുക അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നല്ലതായ വഴിക്ക് അതൊക്കെ നമ്മൾ ചെയ്തൊക്കെ ഇതില്ല നമ്മൾ രക്ഷപ്പെടാമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പോൾ പലരും പലതും പറയും. ഈ പറയുന്നവരാരും നമ്മളെ നോക്കാണ്ടാവില്ല. എന്നാൽ നിനക്ക് മാസം ഞാനൊരു 5,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ തരാം, നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ടെന്ന് ഒരാളും നമുക്ക് പറയാനുണ്ടാവില്ല. നമ്മളെ കാര്യം നമ്മൾ തന്നെ സേഫാക്കി വെക്കണം. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഉഴുന്നുവടയും ചമ്മന്തിയും മേടിച്ചിട്ടോ. പിന്നെ അതുപോലെ എന്താ പറയുക, ഒരു ഉള്ളി ബജി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വേഗം കഴിച്ച് കഴിഞ്ഞു. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ വന്നാൽ മിക്കപ്പോഴും ഞാൻ മേടിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ ചോറ് ടൈം ആയപ്പോൾ നല്ല ബീഫ് കറി ചട്നി എല്ലാവരും കറിയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് പിന്നെ 6 മണി വരെയാണ് ഡ്യൂട്ടി ടൈം കേട്ടോ. അപ്പോൾ 6 മണി കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു 6:15 ആകുമ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിയിട്ടുണ്ട്. 6:15 കേട്ടോ. പക്ഷേ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ചാവക്കാട് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക്. അതാണെങ്കിൽ ബസ്സൊന്നും നിർത്തണില്ല, ഒരൊറ്റ ബസ് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ജാഷിക്കാക്കനെ വിളിച്ചു. അപ്പോൾ ജാഷിക്ക വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ KSRTC കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ വേറെ ഉണ്ടാവും KSRTC വരണമെന്നിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞു കേട്ടോ. ആദ്യം കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് കാണാണ്ടായപ്പോൾ ജാഷിക്കാക്ക് കോൾ ചെയ്തു. അപ്പോൾ ജാഷിക്ക പറഞ്ഞു ഞാൻ വിളിക്കാൻ വരാം, ഈ എവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. ഞാൻ ബസ് സ്റ്റാൻഡിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ നോക്കുമ്പോൾ ഉണ്ട് ഫോൺ വെച്ച് 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും KSRTC വരണേ. മറ്റുള്ള ബസ്സൊന്നും നിർത്തണില്ല കേട്ടോ. KSRTC നിർത്തുന്നുണ്ട്, ആൾക്കാരെ ഇറക്കുക, മറ്റാൾക്കാരും കയറ്റണില്ല. അപ്പോൾ KSRTC വന്നപ്പോൾ ഞാൻ KSRTC വന്ന് ഇനി വിളിക്കാൻ വരണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ KSRTCയിൽ കയറി. ഈ ഒരു നിപ്പ് നിന്നിട്ട് ഓരോ സ്ഥലത്ത് നിന്നിട്ടാണ് നമുക്ക് ബസ് എപ്പോഴാണ് ഇനി വീട്ടിലെത്താമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. കാരണം ബസ് നിർത്തിയിടാണ് ചെയ്യണത്. അത്രയും ബ്ലോക്കാണ് കേട്ടോ. ഇവിടെ സ്ഥിരമുള്ളതാണ് ഈ ഒരു ബ്ലോക്ക്. അങ്ങനെ ഇതൊക്കെയാണ് എന്താ പറയുക. ഇപ്പോഴത്തെ ഇത് ഒട്ടും ടൈമില്ല കേട്ടോ നമുക്ക്. കാരണം എനിക്കെന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയും ഞാൻ ക്ലാസ്സുള്ള കാരണം ഞായറാഴ്ച 9 മണി ക്ലാസ്സിന് പോയിട്ട് വരുമ്പോൾ 4 മണി വരെ ക്ലാസ് ഉണ്ട്. 4:30 4:45 ആവും വീട്ടിലെത്താൻ, 5 മണിയൊക്കെ ആവും വീട്ടിലെത്താൻ.
പിന്നെ അല്ലാത്ത ദിവസം രാവിലെ പോവുക, വൈകിട്ട് വരിക. എന്താ പറയുക, ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ ഒരു തരി ടൈം ഫ്രീ ഇല്ല. മറ്റേ ഷോപ്പ് നടത്തുന്ന സമയത്താണെങ്കിൽ കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ അവരെ ഒരു ഇതും ഒന്നിനും പറ്റണില്ല കേട്ടോ. ഇപ്പോൾ അത്രയും എന്താ പറയുക, അങ്ങനെയായി ഇപ്പോൾ. അങ്ങനെ എന്താ പറയുക, ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ഇനി ഇത് എപ്പോഴെത്തുന്നില്ല, അപ്പത്തിനും കോൾ വന്നു തുടങ്ങിയിട്ട്. എൻ്റെ നാത്തൂനാണ് എനിക്ക് വിളിച്ച് ചോദിക്കുക, ഇപ്പോൾ എവിടെ എത്തി, കാണില്ലല്ലോ, നേരം വൈകിയല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബാബിയെ ബസ് ഭയങ്കര ബ്ലോക്കിലാന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടാണ്ട് അയച്ചു കൊടുത്തിട്ടോ. അപ്പോൾ ബാബി പറഞ്ഞു നല്ല രസമുണ്ട് കിട്ടാന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ എന്നെ ബേബി എടുക്ക പോണ്, ഇനി എപ്പോഴാ വരിക? ഒരു ഉമ്മതായി മുച്ചക്ക് നാളെ വായിട്ടാ എന്നാ വരിക ഞമ്മ? എന്റെ മോനക്ക് സ്കൂളിൽ പോകണ്ടേ? ഇന്ന് സ്കൂളിൽ പോയില്ല എന്റെ മോനെ, സ്കൂളിൽ പോണ്ടല്ലേ, അതുകൊണ്ടല്ലേ കൊണ്ടുപോകാത്ത, സ്കൂളില്ലാത്തപ്പോ പോവാട്ടെ എന്റെ മോനക്ക് നിൽക്കാൻ. എല്ലാം സ്കൂളില്ലാത്തോണ്ടല്ലേ. ഉമ്മ എന്നാ വരിക? എല്ലാ പിന്നെ എന്നാ വരും ഉമ്മച്ചിന്റെ അടുത്തേക്ക്? രാത്രി വരിക. ടാറ്റാ, ഐ ലവ് യു. അമ്മ കേറ്, ആത്ത് കേറ്. എന്തേ ഐ ലവ് യു ടു. നോക്കട്ടെ മുച്ച, നോക്കട്ടെ. അമ്മയകത്ത് കേറ്, ഓസിലകത്ത് കേറ്. ഒരു മുടി കൊടുക്കട്ടെ. ഐ ലവ് യു, ബൈ ബൈ. ഡ്രസ് ഒക്കെ എടുത്തില്ലേ? എന്നോട് ഡ്രസ് എടുത്തില്ല മോളെ, പാന്റ് ഒക്കെ എടുത്തില്ലേ? പോക്കറ്റ് പാന്റ് ഒക്കെ എടുത്തില്ലേ? ഞാനാ ചോദിച്ചോക്കിയ എടുക്കാൻ നല്ല കടിച്ചൊരു കുട്ടി. ബസ് കണ്ടു എന്റെ മോൻ വണ്ടി കയറി. ദൈവം കറന്നിട്ടാണ് ഞങ്ങൾ കയറിയത് അല്ലേ അമ്മിയ? ആര് ബേബിയെ വീടുണ്ടിട്ട് അമ്മന്റെ മോളെ പിടിക്ക്, എന്റെ മോളെ പിടിക്കാന് വീഴും അറ്റത്തിരുന്നിട്ട്. എന്റെ മുത്തിന് പിടിക്കുന്ന എന്റെ മോളെ സ്കൂളിൽ ചേർത്താൻ വീണം വെച്ച്. സ്കൂളിൽ ചേർത്തിട്ട് സ്കൂളിൽ പോവോ? നല്ല കുട്ടിയായിട്ട് പോവോ? മദ്രസ ചേർത്താൻ. അങ്ങനെ ഉമ്മയും എല്ലാം ബേബിയും വട്ടേക്കാട് പോയിട്ടോ. എല്ലാം ഇപ്പം ഉമ്മ എടുക്കാൻ പോകണം, ഉമ്മയുടെ കൂടെ പോയിട്ടോ. ഇപ്പം എൻ്റെ കൂടെ അല്ല. അപ്പോൾ ഞങ്ങൾ അവരോടാക്കിയിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.